ഹലോ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ. സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഓക്കെ, ഇതിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന വെരി ലാർജ് സോഫ്റ്റ്വെയർ. ഓക്കെ, അതിൻ്റെ അകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട് വിച്ച് വിൽ ഹെൽപ്പ് us ടു ആക്സസ് ദി ഹാർഡ്വെയർ. ഓക്കെ, സോ ഹാർഡ്വെയറിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഹാർഡ്വെയറിനെ കൊണ്ട് ഡയറക്റ്റ്ലി കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതിന് പകരം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ഹാർഡ്വെയറിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, സോ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റം സോഫ്റ്റ്വെയർ വൺ എക്സാമ്പിൾ ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. ഓക്കെ, ഹാർഡ് ഡിസ്ക് വിച്ച് ഇസ് എ ടൈപ്പ് ഓഫ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജും. സോ ഒരു പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഏരിയക്കാണ് പ്രൈമറി സ്റ്റോറേജ്, എളുപ്പത്തിലും ഫാസ്റ്ററും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സോ റാമും റോമും എന്നൊക്കെ പറയുന്ന ടെക്നോളജീസ് പ്രൈമറി സ്റ്റോറേജ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഹാർഡ് ഡിസ്ക് പോലത്തെ ടെക്നോളജി, അത് ഹാർഡ് ഡിസ്ക് പോലത്തെ ഡിവൈസൊക്കെ സെക്കൻഡറി സ്റ്റോറേജ് ആണെന്ന് പറഞ്ഞു, റൈറ്റ്. സോ ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലാണ്, ഹാർഡ് ഡിസ്കിലാണ് ആക്ച്വലി എല്ലാ സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത്. ഓക്കെ, മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയർസും ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ അകത്താണ്. അതായത് നമ്മൾ അതിൻ്റെ അകത്താണ് സോഫ്റ്റ്വെയർ, നമുക്ക് ആ സോഫ്റ്റ്വെയറിൽ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറയുക. സോ ഇൻസ്റ്റാൾ ചെയ്യുന്ന പറയുമ്പോൾ അത് നമുക്ക് എപ്പം വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റണം. അതാണ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലേ. നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം അത് അപ്പം നമുക്കത് ലോഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റണം. സോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിൽ ഒരു ഫയൽ സിസ്റ്റം ഉണ്ട്. ആ ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏതോ ഒരു ലൊക്കേഷനിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുക. ഓക്കെ, അതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും അങ്ങനെ ഏതോ ഒരു സ്ഥലത്താണ് ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് അത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുക. ഓക്കെ, സോ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് എവിടെയാണോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടത്, ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടാവും. ആ ഏത് ലൊക്കേഷനിലാണോ അത് ഇരിക്കുന്നതെന്ന്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ലോഡ് ചെയ്തിട്ട് മെമ്മറിയിലോട്ടാണ് ലോഡ് ചെയ്യുക, അല്ലേ. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു എല്ലാ സോഫ്റ്റ്വെയർസും അതിനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണം. സോഫ്റ്റ്വെയർന്ന് വെച്ചാൽ നമുക്ക് എന്തിനാ പണി ചെയ്യിപ്പിക്കാനാണ്, അല്ലേ. സോ ഏത് സോഫ്റ്റ്വെയറിനെ കൊണ്ട് നമുക്ക് പണി ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ലോഡ് ചെയ്യണം. എവിടത്തേക്കാണ് ലോഡ് ചെയ്യുക? മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണം. മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈമറി മെമ്മറിയാണ്, പ്രൈമറി സ്റ്റോറേജാണ് ഉദ്ദേശിക്കുന്നത്. റാമാണ് ആക്ച്വലി പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ. സോ ഹാർഡ് ഡിസ്ക് നിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണം. സോ എന്നാൽ മാത്രമേ നമ്മുടെ CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻസ്ട്രക്ഷൻസിനെ ഓരോന്നോരോന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓരോ ഇൻസ്ട്രക്ഷനും എന്താണ് ആവശ്യപ്പെടുന്നത് അത് ചെയ്തു തരുന്നതിനാണ് പറയുക എക്സിക്യൂഷൻ എന്ന് പറയുക. സോ നമ്മൾ സാധാരണ ഈ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ടെർമിനോളജിയാണ് ഈ എക്സിക്യൂഷനും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സാധാരണ ബാക്കി നമ്മുടെ സ്ട്രീംസിലൊന്നും ആ റണ്ണും എക്സിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. പക്ഷേ കമ്പ്യൂട്ടർ ടെർമിനോളജിയിൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് ചെയ്തു തരുന്നതിനാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവന്നേ മതിയാകും. ഓക്കെ, സോ അങ്ങനെ കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ്, അതായത് ഹാർഡ് ഡിസ്കിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മൾ പ്രൈമറി മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ടു മെമ്മറി, ഓക്കെ, ഫ്രം ദ ഹാർഡ് ഡിസ്ക്. ഓക്കെ, സോ ഇത് കണ്ടുപിടിക്കണം. ആദ്യം നമ്മളെ കമ്പ്യൂട്ടർ ഈ ഹാർഡ് ഡിസ്കിൽ എവിടെയാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അതിന് സഹായിക്കുന്നത് ഈ നമുക്കൊരു റോം എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രൈമറി സ്റ്റോറേജ് ടൈപ്സ് ഉണ്ടെന്നുണ്ട്, റാമും റോമും. സോ റോം എന്ന് പറഞ്ഞിട്ട് ഒരു റീഡ് ഓൺലി മെമ്മറി നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ അകത്തുണ്ടാവും. ഓക്കെ, ബയോസ് റോം എന്നൊക്കെ പറയും. ഓക്കെ, സോ ആ റോമിൻ്റെ അകത്ത്
ചെറിയൊരു കോഡ് ഉണ്ടാവും, വിച്ച് വിൽ കോഡ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വിച്ച് വിൽ ഹെൽപ്പ് ദി സിസ്റ്റം ടു ലൊക്കേറ്റ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്രം ദി ഹാർഡ് ഡിസ്ക്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ആണെന്ന് പറഞ്ഞു. സോ ഹാർഡ് ഡിസ്കിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കണ്ടുപിടിച്ചിട്ട് അത് ലോഡ് ചെയ്യണം. അതിനെ സഹായിക്കുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാം എവിടെ കിടക്കുന്നുണ്ടാവും? ഈ റോമിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. സോ അതാണ് പറഞ്ഞത്, വെൻ യു സ്വിച്ച് ഓൺ ദ കമ്പ്യൂട്ടർ ദ പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ റൂം. സോ നമ്മൾ സാധാരണ പവർ ഓൺ ചെയ്യുമ്പം, നമ്മുടെ സിസ്റ്റംസൊക്കെ പവർ ഓൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബൂട്ടിങ്ങിൽ ഫസ്റ്റ് നടക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ആദ്യം റീഡ് ഓൺലി മെമ്മറിയിലുള്ള ഒരു ചെറിയൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ആ കോഡ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ആ കോഡ് ആദ്യം ചെയ്യുന്നത് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, പോസ്റ്റ് എന്ന് പറയും, പവർ ഓൺ സെൽഫ് ടെസ്റ്റാണ് ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ബന്ധിപ്പിച്ചിട്ടുള്ള ബാക്കി എല്ലാ ഡിവൈസസും കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് അതിലോട്ടൊക്കെ പവർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് പോസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ടെസ്റ്റ്സിനെയാണ് പറയാം പോസ്റ്റ് പവർ ഓൺ സെൽഫ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് പല ഡിവൈസസും കണക്ട് ചെയ്തിട്ടുണ്ടാവല്ലോ, ആ ഡിവൈസിലോട്ടൊക്കെ കറക്റ്റ് പവർ വരുന്നുണ്ടോ, എന്നാൽ മാത്രമല്ലേ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് ചെക്ക് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ടെസ്റ്റിനെയാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. സോ അത് ആണ് ഒരു കാര്യം. ഈ റോമിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ കോഡ് ഉണ്ട്, ആ കോഡ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. പിന്നെയുള്ള കാര്യം എന്താണ്? ഈ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് കിടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യണം? പ്രൈമറി മെമ്മറിയിലോട്ട്, റാമിലോട്ട് ലോഡ് ചെയ്യണം. സോ അതും കൂടി എന്ത് ചെയ്യണം? അതും കൂടി ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? റോമിൻ്റെ അകത്തുള്ള ആ കോഡിനുണ്ട്. ഓക്കെ, സോ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് എന്ത് സംഭവിക്കുക? അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ബൂട്ടിംഗ് നടക്കുന്നത്. ബൂട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, ബൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി നമുക്ക് ബാക്കി എന്തും ചെയ്യാം. ഓക്കെ, മറ്റ് ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യാം, മറ്റ് ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ഇപ്പം നമ്മളെ ഓപ്പൺ ഓഫീസ് റൈറ്റർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഓപ്പൺ ഓഫീസ് പ്രസൻറ്റേഷൻ, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഓപ്പൺ ഓഫീസ് വഴി നമ്മൾ എക്സൽ ഷീറ്റ്സ് ഉണ്ടാക്കും, റൈറ്റ്, സ്പ്രെഡ് ഷീറ്റ്സ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ. അതിനൊക്കെ പിന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തുണ്ടായിരിക്കണം? നമ്മുടെ പ്രൈമറി മെമ്മറിൻ്റെ അകത്ത് OS ലോഡ് ചെയ്തിരിക്കണം. ഈ OS ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് നമ്മൾ വെറുതെ ഇരിക്കാൻ കുറച്ച് റെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലുള്ള സിസ്റ്റംസിനൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കും. നമ്മളെ ആവശ്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മളതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കണം. അതിനാണ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്. ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ടുള്ള പവറൊക്കെ അവിടെ പവറൊന്നും പിന്നെ അതിലേക്ക് വരില്ല. ഓക്കെ, ഡിവൈസിലോട്ട് പവർ വരില്ല. പക്ഷേ നമ്മളെ സെർവർ സിസ്റ്റംസ് ഒക്കെ ഇല്ലേ, ഇപ്പം ഗൂഗിൾ പോലത്തെ സെർവർ, നമ്മളെ GC താനൂർ പോലത്തെ സെർവർ മെഷീൻസ്, അതൊന്നും എന്താവില്ല, അതൊന്നും ഷട്ട് ഡൗൺ ആവില്ല. ഓക്കെ, അതൊക്കെ ഫുൾ ടൈം 24/7 അതൊക്കെ റൺ ചെയ്യണം എന്നല്ലേ പറയാം. എന്നാലല്ലേ നമ്മളെപ്പോൾ പാതിരാത്രി ആക്സസ് ചെയ്യാതെ പോലും അത് കിട്ടണം, നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഗൂഗിളിൽ നിങ്ങൾക്ക് പാതിരാത്രി ആക്സസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നു, ഇന്ന് ഉച്ചയ്ക്ക് ആക്സസ് ചെയ്താലും കിട്ടുന്നു, വൈകുന്നേരം ആക്സസ്, എല്ലാ സമയത്തും ഗൂഗിൾ കിട്ടുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഫുൾ ടൈം അത് ഓണാണ്. ആ ഗൂഗിൾ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന പല സെർവേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഓണാണ് ആ സമയത്തൊക്കെ. സോ യൂഷ്വലി വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ വെബ് സെർവേഴ്സ് ഫുൾ ടൈം രാത്രിയും പകലും ഒക്കെ ഓണായിരിക്കണം. പക്ഷെ അതുപോലെയല്ലല്ലോ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റംസൊക്കെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യും. സോ ഷട്ട് ഡൗൺ ചെയ്യുന്നവരെ എന്തുണ്ടാവും? ഈ OS മെമ്മറിയിൽ കിടക്കും. ഓക്കെ, OS മെമ്മറിയിൽ കിടക്കും. സോ അത് വീണ്ടും നമ്മൾ പവർ ഓൺ ചെയ്യുമ്പം വീണ്ടും OS എവിടെ നിന്ന് വരും? ഹാർഡ് ഡിസ്കിൽ നിന്ന് അതിനെ തപ്പി കണ്ടുപിടിച്ചിട്ട്, ആരാ കണ്ടുപിടിക്കുക? ഈ റോമിൽ കിടക്കുന്ന ഒരു കോഡ് അതിനെ തപ്പി കണ്ടുപിടിച്ച് വീണ്ടും പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ സിസ്റ്റം യൂസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കും. ഓക്കെ, സോ അതാണ്. സോ അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറയാം, ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഇസ് വാട്ട്? പവർ ഓൺ അല്ലേ. സോ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? റീഡ് ഓൺലി മെമ്മറിയിലോട്ടാണ് ആദ്യം കൺട്രോൾ പോവുക. ആ റീഡ് ഓൺലി മെമ്മറി വിച്ച് ഇസ് വൺ ടൈപ്പ് ഓഫ് പ്രൈമറി സ്റ്റോറേജ്. ഓക്കെ,
ഒരു ടൈപ്പ് ഓഫ് പ്രൈമറി സ്റ്റോറേജ് ആണ്. പ്രൈമറി സ്റ്റോറേജ് എന്ന് വെച്ചാൽ എന്താ, പ്രൈമറി മെമ്മറി എന്നും പറയും. ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. ഓക്കെ, അത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ ടെക്നോളജി എളുപ്പത്തിൽ ഡേറ്റ ആക്സസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഓക്കെ, സോ റീഡ് ഓൺലി മെമ്മറീൻ്റെ അകത്ത് ഒരു സ്മോൾ കോഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. കോഡ് എന്നൊക്കെ സെറ്റ് ഓഫ് പ്രോഗ്രാംസും പറയാം. എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഇൻ റോം. അതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡൂ ദ പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അതായത് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിലോട്ടൊക്കെ പവർ കറക്റ്റ് ചെല്ലുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഫൈൻഡിങ് ദി ലൊക്കേഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, ഫൈൻഡിങ് ദി ലൊക്കേഷൻ ഓഫ് OS ഇൻ ദി ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത്, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. ഓക്കെ, വിച്ച് ഈസ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് സ്പീഡ് നോക്കുമ്പം ലോവർ സ്പീഡുമാണ്. ഓക്കെ, പ്രൈമറി മെമ്മറിയായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്രൈമറി സ്റ്റോറേജായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ സ്പീഡ് കുറവായിരിക്കും. അതിൽ നിന്ന് ഡേറ്റ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് കുറവായിരിക്കും. അതുകൂടാതെ എന്ത് ചെയ്യാം, കൂടുതൽ സമയം എടുക്കുകയും ചെയ്യും. സ്പീഡ് കുറവായിരിക്കും. പിന്നെ എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ അത് ടൈമിൻ്റെ കേസിൽ എക്സ്പെൻസീവ് ആണ്, പക്ഷേ കോസ്റ്റിൻ്റെ കേസിൽ ഇൻഎക്സ്പെൻസീവ് ആണ്. ഓക്കെ, ടൈമിൻ്റെ കേസിൽ എക്സ്പെൻസീവും, ടൈം കൂടുമല്ലോ. ടൈം കൂടുമ്പം in terms of time it is expensive, but in terms of cost it is less expensive. Primary storage കേസിൽ in terms of cost it is more expensive. Primary storage technology അല്ലെങ്കിൽ primary storage devicesൻ്റെ കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ ടൈമിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പം ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ്. ബിക്കോസ് എന്താ, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ റിട്രീവ് ചെയ്യാനും ഇടാനൊക്കെ പറ്റും പ്രൈമറി സ്റ്റോറേജിൻ്റെ കേസിൽ. സോ ഇവിടെ ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് OS ഇൻ ദി ഹാർഡ് ഡിസ്ക്, അത് ഈ റോമിൻ്റെ അകത്ത് കിടക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുക മാത്രമല്ല, ലൊക്കേഷൻ ഫൈൻഡ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം, ആ ലൊക്കേഷനിൽ കിടക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ ആ ലൊക്കേഷനിൽ കിടക്കുന്ന ആ പ്രോഗ്രാമിന്, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ച്വലി. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ എവിടത്തേക്ക് ലോഡ് ചെയ്യണം? പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണം. ലോഡിങ് ദി OS, ഓക്കെ, ഫ്രം എവിടെ നിന്നാണ്? ഡെഫിനറ്റ്ലി ഫ്രം ഹാർഡ് ഡിസ്ക്, ഓക്കെ, ഇൻ ടു പ്രൈമറി മെമ്മറി. ഓക്കെ, അങ്ങനെ പ്രൈമറി മെമ്മറിയിലോട്ട് ലോഡ് ചെയ്ത ശേഷം എന്ത് സംഭവിക്കും? നമ്മൾ OS മെമ്മറിയിലോട്ട് വന്നു കഴിഞ്ഞു, പ്രൈമറി മെമ്മറിയിലോട്ട് വന്നു കഴിഞ്ഞു. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഇവിടെ റാമാണ് ഉദ്ദേശിക്കുന്നത്, റാൻഡം ആക്സസ് മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, റോമും റാമും. രണ്ടും വളരെയധികം എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. ഓക്കെ, റോമും റാമും. ഓക്കെ, സോ അങ്ങനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ സിസ്റ്റം, അതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് റെഡി ടു ഓപ്പറേറ്റ്. സോ ബൂട്ടിങ്ങിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? സോ ഈ ലോഡിങ് ദ OS ഫ്രം ഹാർഡ് ഡിസ്ക് ഇൻ ടു പ്രൈമറി മെമ്മറി, ദാറ്റ് ഇസ് റാം, ദാറ്റ് ഇസ് കോൾഡ് ബൂട്ടിങ്. അതിനാണ് ബൂട്ടിംഗ് എന്ന് പറയാം. സോ ബൂട്ടിങ്ങിന് ശേഷം എന്ത് സംഭവിക്കും? സിസ്റ്റം ഈസ് റെഡി ടു ഓപ്പറേറ്റ്. പിന്നെ സിസ്റ്റത്തിൽ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇസ് അനദർ കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർസ് ദാറ്റ് വിൽ ബി ഡിസ്കസിങ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഓപ്പൺ ഓഫീസ് റൈറ്ററും ഓപ്പൺ ഓഫീസ് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും ഒക്കെ എന്താണ്? ദിയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാം, ഇവിടെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം എന്താണ്? ആക്സസറീസിൽ ഉള്ള കാൽക്കുലേറ്റർ, സ്ക്രീൻഷോട്ട്, ദെൻ ഗെയിംസിൽ കാണുന്ന ഈ ഗെയിംസൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. ഓക്കെ, ഇതൊന്നും സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പെട്ട കാര്യങ്ങളല്ല.
റൈറ്റ്. ഓഫീസിൽ കാണുന്ന ഈ ലിബർ ഓഫീസ് കാൽക്ക്, ഇതാണ് സ്പ്രെഡ്ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിബർ ഓഫീസ് ഇംപ്രസ് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലിബർ ഓഫീസ് റൈറ്റർ ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഈ സൗണ്ട് ആൻഡ് വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റേഴ്സും വീഡിയോ പ്ലെയേഴ്സും ഒക്കെ കാണാം. ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസാണ്. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്യാൻ ആണെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം സിസ്റ്റത്തിൽ എന്തുണ്ടായിരിക്കണം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓക്കെ, ഫൈൻ. സോ operating system is a system software that provides an interface for a user to communicate with the computer. സോ അങ്ങനെ ഒരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ അതിനുശേഷം മാത്രമാണ് യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് മാനേജസ് ഹാർഡ്വെയർ ഡിവൈസസ്. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഹാർഡ്വെയർ ഡിവൈസസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മളെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാനിപ്പം പറഞ്ഞല്ലോ ഈ ഓപ്പൺ ഓഫീസ് റൈറ്ററും ഓപ്പൺ ഓഫീസ് ഇംപ്രസും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യല്ലോ. സ്പ്രെഡ്ഷീറ്റ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യും, അല്ലാതെ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം ഇതൊക്കെ ഇൻറ്റേർണലി പല ടൈപ്പ് ഓഫ് ഡിവൈസസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ ആക്സസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മളിപ്പം ഓപ്പൺ ഓഫീസ് റൈറ്റർ ഇതാണ് കാണിച്ചു തരാം. സോ ദിസ് ഇസ് ലിബർ ഓഫീസ് റൈറ്റർ. ലിബർ ഓഫീസാണ്, ഓപ്പൺ ഓഫീസ് അല്ല. നമ്മൾ ശരിക്കും ലിബർ ഓഫീസാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ഇവോൾവ് വേർഷനാണ് ഈ ലിബർ ഓഫീസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഇൻപുട്ട് ചെയ്യുന്നത് കീബോർഡ് വഴി ഞാൻ ഇൻപുട്ട് ചെയ്യാണ്. കീബോർഡ് വഴി ഞാൻ ഇൻപുട്ട് ചെയ്യുമ്പം കീബോർഡ് എന്നാണ് ഇൻപുട്ട് എടുക്കുമ്പം കീബോർഡിലോട്ട് ആക്സസ് വേണം. ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്, ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഈ കീബോർഡിലോട്ട് ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന കീസാണല്ലോ എൻ്റർ ചെയ്യുന്നത്, ആ കീസിനെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് അതിനെപ്പറ്റി വലിയ ചിന്തകളൊന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ആരാണ്? ഈ കോഡ് എഴുതുന്ന ആൾക്കാരാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കോഡും എല്ലാ പ്രോഗ്രാംസും എഴുതുന്ന ആൾക്കാരെയാണ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയാം. ഈ പ്രോഗ്രാമേഴ്സിന് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതെങ്ങനെയാണ് കീബോർഡിൽ നിന്ന് കീസ് റീഡ് ചെയ്തെടുക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യം ആർക്കില്ല. ഈ സാധാരണ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സിന് ആവശ്യമില്ല. ബിക്കോസ് അതൊക്കെ ആര് ചെയ്യും? അതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ കോഡൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കീബോർഡിൽ നിന്ന് ഡേറ്റ എങ്ങനെ റീഡ് ചെയ്തെടുക്കുക എന്നുള്ള പ്രോഗ്രാംസ് അത് ആരാണ് ആ പ്രോഗ്രാംസൊക്കെ നമുക്ക് തരുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ടാവും അതൊക്കെ. സോ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതുന്ന ആൾ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ചെറിയൊരു പ്രോഗ്രാം എഴുതാണ്, ഞാൻ കൊടുക്കുന്ന നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് നോക്കണമെന്ന് ഞാനൊരു പ്രോഗ്രാം എഴുതുകയാണെന്ന് വെച്ചോ. ആ പ്രോഗ്രാമിൻ്റെ അകത്ത് ഞാൻ കൊടുക്കുന്ന നമ്പർ ആ പ്രോഗ്രാം റീഡ് ചെയ്തെടുക്കണം. പക്ഷേ ഞാൻ കോഡ് എഴുതുമ്പം ആ റീഡ് ചെയ്തിട്ട് കീബോർഡിൻ്റെ അകത്തുനിന്ന് അത് റീഡ് ചെയ്യണം എന്നുള്ള ആ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഞാൻ ആലോചിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു ഒരു സിമ്പിൾ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് എനിക്കത് റീഡ് ചെയ്തെടുക്കാം. പക്ഷേ അതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പല കോഡിങ്ങും ഒക്കെ കീബോർഡിൽ നിന്ന് എങ്ങനെ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ നമുക്ക് കീസ് അതിൽ ഇൻപുട്ട് ചെയ്ത കീസ് എങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാം എന്നുള്ളത് കാര്യം സാധാരണ ഒരു ഈവൺ ഓർ ഓഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം എഴുതിയ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുക? ഞാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ പ്രോഗ്രാം ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓൾറെഡി അതിൻ്റെ കോഡൊക്കെ ഉണ്ട്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എങ്ങനെയാണ് കീബോർഡ് വഴി ഡേറ്റ റീഡ് ചെയ്തെടുക്കാമെന്ന്. അതേപോലെ തന്നെയാണ് സ്ക്രീനിലോട്ട് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പ്രിൻ്ററിലോട്ട് പ്രിൻറ്റ് ചെയ്യുന്നതും. അങ്ങനെ വേറെ ഏത് ഹാർഡ്വെയറിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ ആസ് ആൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, ഞാൻ ഈവൺ ഓർ ഓഡ് കണ്ടുപിടിക്കുന്നത് പ്രോഗ്രാമർ ആണെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമറാണ്. ഞാൻ എന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എങ്ങനെ ഹാർഡ്വെയറിലോട്ട് ആക്സസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ജസ്റ്റ് ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദി പ്രോബ്ലം. അതായത് ഈവൺ ഓർ ഓഡ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് ഈവൺ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ലോജിക്ക് മാത്രം ഞാൻ ആലോചിച്ചാൽ മതി. അല്ലാതെ ഹാർഡ്വെയർ ലെവൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല.
സോ ദാറ്റ് മേക്സ് പ്രോഗ്രാമിംഗ് ഈസിയർ ആക്ച്വലി. അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഈസിയർ. എനിക്ക് ഹാർഡ്വെയർ ലെവൽ ഡീറ്റെയിൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ലാതെ വരും. ഓക്കെ, സോ ഹാർഡ്വെയർ ലെവൽ ഡീറ്റെയിൽസ് ഒക്കെ ആരാണ് ഡീൽ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഈ ഓപ്പൺ ഓഫീസ് റൈറ്ററിലും അങ്ങനെ ഇത് ഇൻപുട്ട് എടുക്കുന്നത് കീബോർഡ് വഴിയാണ് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഇത് കീബോർഡിൽ വഴി കൊടുക്കുന്ന ഇൻപുട്ട് റീഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അതായത് ലിബർ ഓഫീസ് റൈറ്റർ അത് റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അത് ഈ ലിബർ ഓഫീസ് റൈറ്റർ എഴുതിയ പ്രോഗ്രാമറിന് അയാൾ ഈ കീബോർഡിനെ പറ്റിയിട്ട്, കീബോർഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ഡിവൈസിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നല്ല അത് എഴുതിയിട്ടുള്ളത്. ഹീ ജസ്റ്റ് യൂസ് സം സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ത്രൂ വിച്ച് ഹി ക്യാൻ റീഡ് ദി ഇൻപുട്ട് ത്രൂ ഫ്രോം ദി കീബോർഡ്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഫയൽ സേവ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫയൽ സേവ് ചെയ്യുമ്പം ഐ എം സേവിങ് ഇറ്റ് ടു ദി ഫയൽ സിസ്റ്റം ഇൻ ദി ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലുള്ള അതിൻ്റെ അകത്താണ് ഞാനിത് സേവ് ചെയ്യാൻ പോകുന്നത്. ഇത് സേവ് ചെയ്യുമ്പം ആക്ച്വലി ആ ഡിവൈസിലോ അല്ലെങ്കിൽ ഹാർഡ്വെയറിലോട്ടാണ് ഇത് സേവ് ആവുന്നത് അല്ലേ. ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡിവൈസിലോട്ടാണ് അത് സേവ് ആവുന്നത്. സോ സേവ് ആകുമ്പം ഞാൻ ആ ഹാർഡ്വെയറിൻ്റെ ലെവൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഹാർഡ്വെയറിൽ എവിടെയാണ് ഇത് സേവ് ആകുന്നതെന്നോ, അതിൻ്റെ ആക്ച്വലി ഹാർഡ് ഡിസ്ക് ഇസ് ഡിവൈഡ് ഇൻ ടു ട്രാക്സ് ആൻഡ് സെക്ടേഴ്സ് എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആസ് എ ബേസിക്സ് മാത്രം പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. പക്ഷേ ഈ ഹാർഡ്വെയർ ഞാനിപ്പം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ ഹാർഡ്വെയർ ലെവൽ ഡീറ്റെയിൽസ് ഇവിടെ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ഈ ഫയൽ സിസ്റ്റത്തിൽ എവിടെയാണ്, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഇത് സേവ് ചെയ്യണം, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ അകത്ത് എനിക്ക് ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് ഐ ഹാവ് എ ഗവൺമെൻറ് കോളേജ് താനൂർ എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഐ ഹാവ് 5th സെം എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് സേവ് ചെയ്താൽ മതി. ഫസ്റ്റ് ഡോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യാൻ പോവാണ്. സോ ഇതിൻ്റെ അകത്ത് ഈ ജസ്റ്റ് വളരെ എളുപ്പത്തിൽ ഞാൻ ഹാർഡ്വെയർ ലെവൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയണില്ല ഇതിൻ്റെ അകത്ത് അല്ലേ. സോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ മാനേജസ് ഹാർഡ്വെയർ ഡിവൈസസ്, മാനേജസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഡിസ്ക് ഫയൽ സിസ്റ്റംസ് ആൻഡ് സപ്പോർട്ട്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. സം പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ യുണിക്സ്, വിൻഡോസ് ആൻഡ് ലിനക്സ്. ഈ 3 ടൈപ്പ് ഓഫ് ഇതാണ് പോപ്പുലർ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, യുണിക്സ്, വിൻഡോസ് ആൻഡ് ലിനക്സ്. ഇതിൻ്റെ തന്നെ ഫ്ലേവേഴ്സാണ് ഈ പറയുന്ന ഉബുണ്ടു ഒക്കെ. ഉബുണ്ടു എന്നൊക്കെ നിങ്ങൾ കേട്ടാണ്. ഇത് ലിനക്സിൻ്റെ ഫ്ലേവേഴ്സാണ് ആക്ച്വലി ഉബുണ്ടു. ഓക്കെ, പിന്നെ മാക് OS എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിലൊക്കെ കാണുന്നതൊക്കെ ഇതിൻ്റെ യുണിക്സിൻ്റെ ഒക്കെ ഫ്ലേവേഴ്സാണ് ആക്ച്വലി. Although operating system provides all the features users need to use and maintain the systems, inevitably they still do not meet everyone's expectations. സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളൊന്നും അത് നമുക്ക് മുഴുവനായിട്ട് ചെയ്തു തരാൻ പറ്റണില്ല. സോ അതിന് വേണ്ടിയിട്ട് വേറൊരു സെറ്റ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർസും കൂടി നമുക്ക് ആവശ്യമാണ്. അതിനെ യൂട്ടിലിറ്റീസ് എന്ന് പറയും. ഓക്കെ, ദേ ആർ കോൾഡ് ആസ് യൂട്ടിലിറ്റീസ്. So these are the programs that bridge the gap between the functionality of an OS and the needs of users. So utilities എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇതൊക്കെ യൂട്ടിലിറ്റീസ് ആണ്. ബ്രോഡ് കാറ്റഗറി ഓഫ് സോഫ്റ്റ്വെയർ സച്ച് ആസ് കംപ്രസ് അൺകംപ്രസ് ചെയ്യുന്ന ഫയൽസിനെ അൺകംപ്രസും കംപ്രസ്സൊക്കെ ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതൊക്കെ യൂട്ടിലിറ്റീസ് എന്ന് പറയും. അതിനെയും നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇതിനെയും നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ ഫയൽസിൻ്റെ മുകളിൽ ഓപ്പറേഷൻസ് നടത്തുന്ന സ്പ്ലിറ്റിംഗ് ഫയൽ, ജോയിനിങ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ നടത്താൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ്. പിന്നെ കമ്പൈലേഴ്സ്, എഡിറ്റേഴ്സ്, കമ്പൈലേഴ്സ്, ഇതിനെയൊക്കെ നമ്മൾ ജനറലി സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് നമ്മൾ സംബോധന ചെയ്യാറുണ്ട്. ഓക്കെ, സോ കമ്പൈലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കും നെക്സ്റ്റ്. അതിനെ പറ്റിയിട്ട് ജസ്റ്റ് ജനറലായിട്ട് നമ്മൾ പറയും വാട്ട് ഇസ് കമ്പൈലേഴ്സ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സോ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ തന്നെ വി ഡിസ്കസ് വി ഹാവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമും ഉണ്ട്, യൂട്ടിലിറ്റീസും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. സോ യൂട്ടിലിറ്റീസ് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മുഴുവനായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പറ്റില്ല. സോ ചില കാര്യങ്ങളൊക്കെ യൂട്ടിലിറ്റീസ് വഴിയാണ് ചെയ്യുന്നത്. അത് ലൈക്ക് എക്സാമ്പിൾ കംപ്രസിങ് അൺകംപ്രസിങ് ഒക്കെ ചെയ്യുന്നത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് വരും. നെക്സ്റ്റ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഞാനിവിടെ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്. സൗണ്ട് ആൻഡ് വീഡിയോയിൽ ഈ ഓഡാസിറ്റി, MP3 പ്ലെയർ ഒക്കെ, ജീനോം M പ്ലെയർ, MP3 പ്ലെയർ, പിന്നെ
ഇങ്ങനെയൊക്കെയുള്ള സാധനം. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, റൈറ്റ്, ദാറ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള, ദിസ് ഈസ് ദ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ, അങ്ങനെ ആ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറും പിന്നെ നമ്മൾ എനിത്തിങ് ലൈക്ക് കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ, ഗെയിംസ്, ഓക്കെ, ഇതൊക്കെ എന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് ആർ റിട്ടൺ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടാസ്ക് നമ്മളെ ജീവിതത്തിലുള്ള ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിലുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസിനാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉള്ള ബില്ലിങ്ങിന് വേണ്ടി സഹായിക്കുന്ന സോഫ്റ്റ്വെയർ, ദിസ് ഇസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മളെ ലൈബ്രറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ദാറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, പിന്നെ നമ്മുടെ കോളേജിലൊക്കെ യൂസ് ചെയ്യുന്ന മൂഡിൽ എന്ന് പറയുന്ന ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, ദാറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അങ്ങനെയുള്ള സാധാരണ നമ്മളെ ദൈനംദിന കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർസിന് നമുക്ക് എന്ത് പറയാം? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. ഓക്കെ, ഓക്കെ, സോ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ലൈക്ക് LMS, ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അങ്ങനെയൊക്കെയുള്ളത് ദേ ആർ ഓൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ തന്നെ രണ്ട് വകഭേദങ്ങളുണ്ട്. They are generalized packages and the other is customized packages. So generalized package എന്ന് പറഞ്ഞാൽ ആർക്കും എല്ലാ ടൈപ്പ് ഓഫ് യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനാണ് generalized package എന്ന് പറയാം. These are user friendly softwares written to cater to users very general needs such as preparing documents, drawing pictures, database to manage data or information, preparing presentations, play games, etc. So നമ്മൾ നേരത്തെ പറഞ്ഞ ലിബർ ഓഫീസ് റൈറ്റർ, ലിബർ ഓഫീസ്, സോ ഇതൊക്കെ ജനറൽ മോസ്റ്റ്ലി എല്ലാ കൈൻഡ് ഓഫ് ബിസിനസ്സിലും ആവശ്യമുള്ള കാര്യങ്ങളാണ് അല്ലേ. ലിബർ ഓഫീസ് ഡ്രോ എന്ന് പറയുന്നത്, ലിബർ ഓഫീസ് കാൽക്ക്, ലിബർ ഓഫീസ് ഇംപ്രസ്, റൈറ്റർ, റൈറ്റ്, ഈവൻ ജിംപ്, നിങ്ങൾ സ്കൂൾ ലെവലൊക്കെ പഠിച്ചാണ് ജിംപ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, റൈറ്റ്. ജിംപ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഗ്രാഫിക്സിൽ കാണും അല്ലേ, ഗ്രാഫിക്സിൽ ജിംപ് ഇമേജ് എഡിറ്റർ, ഇതൊക്കെ ജനറലി ഇറ്റ് ക്യാൻ ബി യൂസ് ബൈ ഓൾ കൈൻഡ്സ് ഓഫ് യൂസേഴ്സ്. അങ്ങനെയുള്ള പാക്കേജസിനെയാണ് ജനറലൈസ്ഡ് പാക്കേജ് എന്ന് പറയാം. സോ ലൈക്ക് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഓപ്പൺ ഓഫീസ് അല്ലെങ്കിൽ ലിബർ ഓഫീസ് റൈറ്റർ, വേർഡ്, MS വേർഡ്, മൈക്രോസോഫ്റ്റിൻ്റെ MS വേർഡ്, സോ അത് വിൻഡോസിൽ യൂസ് ചെയ്യും നമ്മൾ. ഇത് ലിനക്സിൽ ലിബർ ഓഫീസ് റൈറ്റർ യൂസ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ്ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വിൻഡോസിൽ എക്സൽ ഷീറ്റ്സ്, MS എക്സൽ യൂസ് ചെയ്യും. പിന്നെ ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലിനക്സിൽ യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ. പിന്നെ പ്രസൻറ്റേഷൻസ് വേണ്ടിയിട്ട് ലിബർ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്ന ഒരു ഇത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. പിന്നെ MS പവർ പോയിൻ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വിൻഡോസിൽ ചെയ്യും. അങ്ങനെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ലൈക്ക് MS ആക്സസ്, ലിബർ ഓഫീസിൻ്റെ ബേസ് എന്ന് പറയുന്നത്, പിന്നെ MS SQL, മൈക്രോസോഫ്റ്റ് SQL സെർവർ, ഒറാക്കിൾ, MySQL, PostgreSQL എന്നൊക്കെ ഉള്ള ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ എന്താ വരുന്നത്? ദേ ആർ ഓൾ generalized packages because it can be used by any kind of business, any kind of users. ഇനി കസ്റ്റമൈസ്ഡ് പാക്കേജ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൽ അവിടെ മാത്രം ആവശ്യമുള്ള പാക്കേജിനാണ് കസ്റ്റമൈസ്. സോ യൂഷ്വലി കസ്റ്റമൈസ് പാക്കേജസ് ഒക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കുക ചെയ്യുക. ഓക്കെ, കസ്റ്റമൈസ് പാക്കേജസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനീനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളെ റിക്വയർമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ട് അവർ അതിനനുസരിച്ച് നമ്മളെ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി തരുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കസ്റ്റമൈസ്ഡ് പാക്കേജ്. ലൈക്ക് സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, പേറോൾ പാക്കേജസ്, ഇൻവെൻട്രി കൺട്രോൾ, അതൊക്കെ കസ്റ്റമൈസ്ഡ് പാക്കേജായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, സോ ഈ പാക്കേജസ് ഒക്കെ ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക. യൂഷ്വലി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന ആ ജനർ ഓഫ് സോഫ്റ്റ്വെയർസ് ദേ ആർ ക്രിയേറ്റഡ് ഓർ ഡെവലപ്ഡ് യൂസിങ് ഹൈ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ്. സോ നമ്മൾ അതിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം എന്താണ് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്നുള്ളത്. സോ ലാംഗ്വേജസ് നമുക്ക് അറിയാം. ലാംഗ്വേജ് ഇപ്പോൾ നാച്ചുറൽ ലാംഗ്വേജ് നമ്മൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഹിന്ദി, ഇതൊക്കെയാണല്ലോ സാധാരണ നമ്മൾ അറിയുന്ന ലാംഗ്വേജ്. ഈ ലാംഗ്വേജസ് ഒക്കെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ, റൈറ്റ്. സോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ്. സോ നോർമലി പീപ്പിൾ ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ത്രൂ എ ലാംഗ്വേജ്.
അതേപോലെ തന്നെയാണ് നമുക്ക് കമ്പ്യൂട്ടറിലുമായിട്ട് സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമല്ലോ, കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലാണ് നമ്മൾ എഴുതുക. അതിനാണ് പറയുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജ്. So this language is understood both by the user and the machine. മെഷീനും മനസ്സിലാവണം, യൂസറിനും മനസ്സിലാവണം. യൂസറിന് നമ്മൾ യൂസർ എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രോഗ്രാമർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ആൻഡ് ദ machine should also understand the language. Just as every language like English, Hindi has its grammatical rules. So നമുക്കറിയാം ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ നമുക്ക് തോന്നിയ പോലെ നമുക്ക് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാനൊന്നും പറ്റില്ല, മലയാളത്തിലായാൽ പോലും അല്ലേ. റൈറ്റ്, നമുക്ക് ഒരു ഗ്രാമർ ഫോളോ ചെയ്തിട്ടേ പറ്റുള്ളൂ. സബ്ജക്റ്റ് ഇവിടെ ഇരിക്കണം, ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമർ, വേർബ് വേണം. അങ്ങനെയൊക്കെയുള്ള ഗ്രാമർ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യുക. സോ അങ്ങനെ അതേപോലെ തന്നെ ഇവിടെയും കമ്പ്യൂട്ടർ ലാംഗ്വേജിലും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. നമുക്ക് തോന്നിയ പോലെയും നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ പറ്റില്ല ഓരോ ലാംഗ്വേജിലും. സോ നിങ്ങൾ പല ടൈപ്പ് ഓഫ് ലാംഗ്വേജ് നിങ്ങൾ കേട്ട് കാണായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ. സി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്, C++, ജാവ, പൈത്തൺ, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള പല ലാംഗ്വേജ് ഉണ്ട്. ഈ ലാംഗ്വേജസ് ഒക്കെ ഓരോന്നിനും ഓരോ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഓക്കെ, ആ റൂൾസ് ഫോളോ ചെയ്യണം നമ്മൾ. ആ ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യും. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. അത് റൈറ്റ് ചെയ്യുമ്പം നമ്മൾ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് എഴുതുക. ഓക്കെ, so user is bound by that syntax while communicating with the computer system. So ഒരു പെർട്ടിക്കുലർ സിൻടാക്സ് ഫോളോ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുക. ഓക്കെ, സോ സി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണെങ്കിൽ അതിൻ്റേതായ സിൻടാക്സ് ഫോളോ ചെയ്യണം. ജാവയിലാണെങ്കിൽ ജാവേന് അതിൻ്റേതായ സിൻടാക്സ് ഉണ്ട്. ഓക്കെ, സോ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ്, കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും പറഞ്ഞിട്ട്. സോ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് മെഷീനുമായിട്ട് ആ ലാംഗ്വേജ് വളരെ അടുപ്പമുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, മെഷീൻ അത് എളുപ്പത്തിൽ മനസ്സിലാവും. ലോ ലെവൽ ലാംഗ്വേജ് മെഷീന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ലാംഗ്വേജസ് ആണ്. അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കുറവാണ് ലോ ലെവൽ ലാംഗ്വേജ് ആകുമ്പം. സോ അതിനുള്ള എക്സാമ്പിൾസ് ആണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ലോ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസ് ആണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. സോ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം മെഷീന് മനസ്സിലാവുന്നൊരു ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ്. ഈ മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വൺസ് ആൻഡ് സീറോസ് ആണ്. അതായത് ബൈനറി ഫോം എന്നതിന് പറയുക കമ്പ്യൂട്ടർ ടെർമിനോളജിയിൽ. വൺസ് ആൻഡ് സീറോസ്. വൺ എന്ന് പറഞ്ഞാൽ ഓൺ, സീറോ എന്ന് പറഞ്ഞാൽ ഓഫ് അല്ലേ. നമ്മൾക്കറിയാം കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതിന് ഓൺ ഓഫ് സ്റ്റേറ്റ്സ് ആണ് മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് സർക്യൂട്ട്സിനും ഒക്കെ ഉണ്ടാവുക. സോ അത് ആ ഒരു കാര്യം മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത്. സോ ആ ഒരു ഫോമിലുള്ള ഒരു ലാംഗ്വേജ് ആണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വൺസ് ആൻഡ് സീറോസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇത് മാത്രമാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നൊരു ലാംഗ്വേജ് ആക്ച്വലി. പക്ഷേ ഈ വൺസ് ആൻഡ് സീറോസ് വെച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ആഡ് A, B എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ വെറുതെ ബിയും നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണം. ആഡ് 2, 3 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ അതായത് 2ഉം 3ഉം ആഡ് ചെയ്തിട്ട് കിട്ടണം എന്നുള്ളത്. സോ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുമ്പം അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് എന്താണ്, വൺസ് ആൻഡ് സീറോ ഫോമിലാണ്. അതായത് ആഡിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അതിപ്പോൾ ഇതാണെന്ന് വിചാരിച്ചോ, ഞാൻ വെറുതെ പറയുകയാണേ, ഇതാണെന്ന് വിചാരിച്ചോളൂ, ഇതാണ് ബൈനറി റെപ്രസെൻറ്റേഷൻ. ഇനി 2ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ഞാൻ പറയാണ് 0010 ഓക്കെ 0010. ഓക്കെ, സോ ഇനി 3ൻ്റെ റെപ്രസെൻറ്റേഷൻ 00000011. ഓക്കെ, ഇതാണ് ഇത് ആഡിൻ്റെ റെപ്രസെൻറ്റേഷൻ, ഇത് 2ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ, ഇത് 3ൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ. ഇത് ഇങ്ങനെയാണ് നമ്മൾ ആഡ് 2, 3 കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാമറിനടുത്ത് കൊടുക്കാൻ പറയുന്നതെങ്കിൽ എത്ര ഇങ്ങനെയുള്ളത് പ്രോഗ്രാമറിന് ഇങ്ങനെയുള്ള എത്ര കോഡ് ഓർത്തി വയ്ക്കാൻ പറ്റും. ആഡ് ഇതാണ്, 2 എന്ന് പറഞ്ഞാൽ ഇതാണ്, 3 എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ആക്ച്വലി മെഷീൻസ് മനസ്സിലാക്കുന്ന ലാംഗ്വേജ്. ഈ ലാംഗ്വേജിൽ പക്ഷേ പണ്ട് കാലത്ത് ഈ ലാംഗ്വേജിലാണ് പ്രോഗ്രാമേഴ്സ് എഴുതിയിരുന്നത്. പക്ഷേ ഈ ലാംഗ്വേജ് വെച്ചിട്ട് പ്രോഗ്രാംസ് ഉണ്ടാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു.
പക്ഷേ ഇന്നത്തെ പ്രോഗ്രാമേഴ്സ് വളരെ എളുപ്പത്തിൽ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അന്ന് പറ്റില്ലായിരുന്നു. അന്ന് ചെറിയ ചെറിയ പ്രോഗ്രാംസും ആയിരുന്നു. അതും വളരെ പാടുപെട്ടിട്ടായിരുന്നു അന്ന് പ്രോഗ്രാമേഴ്സ് ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കി ഇരുന്നത്. ബിക്കോസ് ഇത്ര ബുദ്ധിമുട്ടുണ്ട്, ഓരോന്നിൻ്റെയും ബൈനറി റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് മെഷീൻ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്നത്. ഇത് മെഷീൻ ഡിപ്പെൻഡ് ആണ്. ഓരോന്നിൻ്റെയും ബൈനറി റെപ്രസെൻറ്റേഷൻ മെഷീൻ അനുസരിച്ച് മാറ്റം വരാം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ലേൺ ആൻഡ് ഈവൻ മോർ ഡിഫിക്കൾട്ട് ടു റൈറ്റ് പ്രോഗ്രാംസ്. ഓക്കെ, ഇനി ഫൈൻ. സോ ഇതാണ് നമ്മുടെ മെഷീൻ ലാംഗ്വേജ് എന്നാൽ. ഇനി ഇതേപോലെ തന്നെ ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ്. പക്ഷേ അത് മെഷീന് ഡയറക്റ്റ്ലി മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ കുറച്ചും കൂടി എളുപ്പത്തിൽ മെഷീൻ അതിന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടി അതായത് നമ്മൾ മെഷീൻ ലാംഗ്വേജിൻ്റെ അത്രത്തോളം പറ്റില്ലെങ്കിലും മെഷീൻ ലാംഗ്വേജിനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അസംബ്ലി ലാംഗ്വേജിന് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇപ്പോഴും യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സിയും ജാവയൊക്കെ കമ്പ്യൂട്ടറിന് ഒരിക്കലും മനസ്സിലാവില്ല. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കും മനസ്സിലാവുന്നില്ല പിന്നെ എന്തിനാണ് സിയും ജാവയൊക്കെ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. അത് സിയും ജാവയിൽ എഴുതിയതാണെങ്കിൽ പോലും അതിനെ മാറ്റിയിട്ട് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഫോമിലോട്ട് മാറ്റുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, സോ അത് ഞാൻ പിന്നെ പറയാം. ആദ്യം നമ്മൾ ലാംഗ്വേജ് എന്തൊക്കെയാണെന്ന് പറയാം. സോ മെഷീൻ ലാംഗ്വേജ് പറഞ്ഞു, അതാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് പറഞ്ഞു. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞു. മെഷീൻ ലാംഗ്വേജ് അല്ലാതെ വേറൊരു ടൈപ്പ് ഓഫ് ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജും കമ്പ്യൂട്ടറിന് ക്ലോസർ ആയിട്ടുള്ള കോഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് അതിനെ നമുക്ക് മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് കുറവാണെന്ന് അർത്ഥം. എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അർത്ഥം. സോ ദിസ് ഈസ് ദ ലാംഗ്വേജ് വെർ ദ മെഷീൻ കോഡ്സ് കംപ്രൈസിങ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ സിംബോളിക് കോഡ്സ്. ഇവിടെ ഇതിന് പകരം സിംബോളിക് കോഡ്സ് യൂസ് ചെയ്യുന്ന പറയുന്നത്. സോ സിംബോളിക് കോഡ്സിന് നെമോണിക്സ് എന്ന് പറയും. ഓക്കെ, സോ ഇതുവഴി പ്രോഗ്രാംസിന് കുറച്ചും കൂടി എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ മെഷീൻ ലാംഗ്വേജ് വെച്ച് പ്രോഗ്രാം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഓക്കെ, സോ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്ത നേരം കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രോഗ്രാംസ് എഴുതാൻ പറ്റി. പക്ഷേ അന്നേരം മെഷീൻ അത് മനസ്സിലാവുന്നുള്ളത് അത് വേറെ കാര്യം. മെഷീൻ അത് മനസ്സിലാവില്ലായിരുന്നു. മെഷീന് അത് മനസ്സിലാക്കി കൊടുക്കണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. Okay, so assembly language programming is much more simpler when compared to machine level programming, less time consuming than machine level programming. It is easier to locate and correct errors in assembly language. So machine language errors കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, whereas നമ്മുടെ അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ എറേഴ്സ് കുറച്ചും കൂടി എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഗ്രാമിൻ്റെ അകത്ത് മനുഷ്യനായാൽ എറേഴ്സ് ക്രിയേറ്റ് ചെയ്യല്ലോ എന്തായാലും. സോ പ്രോഗ്രാമിൻ്റെ അകത്തും എറേഴ്സ് ഉണ്ടാവും. സോ ആ എറേഴ്സ് കറക്റ്റ് ചെയ്യേണ്ടി വരും. ആ എറേഴ്സ് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് എറർ ഉള്ളതെന്നൊക്കെ കണ്ടുപിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. ബിക്കോസ് കോഡ് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ 1010 എന്ന് പറഞ്ഞ കോഡ് അങ്ങനെയാണല്ലോ ബുദ്ധിമുട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആകുമ്പോഴേ ആഡ് എന്ന് പറഞ്ഞാൽ 2 നമ്പർ ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ പക്ഷേ ഇതും മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഓരോ മെഷീനനുസരിച്ച് ഇത് ഓരോ ആർക്കിടെക്ചർ എന്ന് പറയും അത് ആക്ച്വലി. സോ നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻറ്റൽ മെഷീൻസ് ഉണ്ട്, AMD മെഷീൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കമ്പനീസ് അല്ലെങ്കിൽ വെൻഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ടല്ലോ. ഓരോ വെൻഡറും ഓരോ ആർക്കിടെക്ചർ ആയിരിക്കും, ഓരോ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറാണ്. അതിൻ്റെ ഇൻറ്റേർണലായിട്ട് യൂസ് ചെയ്യുന്ന ചിപ്പ് സെറ്റും മറ്റേ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാർഡ്വെയർ ഒക്കെ കുറച്ച് വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. സോ ഈ അസംബ്ലി ലാംഗ്വേജിലും അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. ഓക്കെ, സോ അതുകൊണ്ട് പ്രോഗ്രാമേഴ്സ് മസ്റ്റ് ഹാവ് നോളജ് ഓഫ് ദ മെഷീൻ ഓൺ വിച്ച് ദ പ്രോഗ്രാം വിൽ റൺ. ഏത് മെഷീനിലാണ് അത് റൺ ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് മെഷീൻ, ഞാൻ പറഞ്ഞ പോലെ ഇൻറ്റൽ മെഷീനിലാണോ AMD മെഷീനിലാണോ ഏതിലാണ് റൺ ചെയ്യുന്നുള്ളതെന്നുള്ള കുറച്ച് അറിവ് ആർക്കുണ്ടായിരിക്കേണ്ടി വരും, പ്രോഗ്രാമറിന് ഉണ്ടായിരിക്കേണ്ടി വരും. ഇനി അടുത്ത ടൈപ്പ്, സോ ലോ ലെവൽ ലാംഗ്വേജ് അല്ലാതെ വേറെ ലാംഗ്വേജ് എന്താണ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജാണ് ഏറ്റവും സിമ്പിൾ, മെഷീന് ഏറ്റവും എളുപ്പം മനസ്സിലാവുന്നത് മെഷീൻ ലാംഗ്വേജാണ്. മെഷീന് ഡയറക്റ്റ് മനസ്സിലാവും മെഷീൻ ലാംഗ്വേജ്, സീറോസ് വൺസിലായതുകൊണ്ട് അതിന് എളുപ്പത്തിൽ മനസ്സിലാവും. അസംബ്ലി ലാംഗ്വേജിലാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് മനസ്സിലാക്കുക. പക്ഷേ ആർക്ക് എളുപ്പമാണ് അത് പ്രോഗ്രാമേഴ്സിന് എളുപ്പമാണ്. പ്രോഗ്രാമേഴ്സിന് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പം അസംബ്ലി ലാംഗ്വേജ് ആണ്. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജിൻ്റെ കൂട്ടത്തിൽ
അസംബ്ലി ലാംഗ്വേജ് ആണ് പ്രോഗ്രാമേഴ്സിന് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ഇത് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജ് ഓപ്പോസിറ്റ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇതിപ്പം ഈ അസംബ്ലി ലാംഗ്വേജിനെക്കാളും കൂടുതൽ എളുപ്പമാണ് പ്രോഗ്രാമേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ. അസംബ്ലി ലാംഗ്വേജ് എളുപ്പമായിരുന്നു, പക്ഷെ അതിലും എളുപ്പമാണ് എന്ത് ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യാൻ. അതാണ് ഈ സിയും ജാവയും ഒക്കെ ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ലോ ലെവൽ ലാംഗ്വേജ് ആകുമ്പം ഹാർഡ്വെയറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇംഗ്ലീഷ് എന്താണോ നമ്മൾ സാധാരണ ഡേ ടു ഡേ നമ്മൾ റിയൽ വേൾഡിൽ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പോലെ തന്നെയാണ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, സോ വളരെ എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നോർമൽ ഇംഗ്ലീഷാണ്, പക്ഷേ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന എല്ലാ വേർഡ്സും എല്ലാ ടൈപ്പ് ഓഫ് സെൻറ്റൻസസും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. സോ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രീതിയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ അതിൻ്റേതായ കൺസ്ട്രക്ട്സ് എന്ന് പറയും, അതൊക്കെ നമുക്ക് ഒരു പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. അതേപോലെ മാത്രമേ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് പലതാണ്. ബേസിക് ലാംഗ്വേജ് ഒക്കെ പഴയ ലാംഗ്വേജ് ആയിരുന്നു. ബിഗിനേഴ്സ്, ഓൾ പർപ്പസ്, സിംബോളിക്, ഇൻസ്ട്രക്ഷൻ കോഡ് എന്ന് പറയും. അപ്പം ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. അന്നേരം അതിൽ ഇലക്ട്രോണിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ അകത്ത് ദ വാസ് വൺ ഈ ബേസിക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജും കൂടി പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് വൈഡ്ലി യൂസ്ഡ്, ഈസി ടു ലേൺ, ജനറൽ പർപ്പസ് ലാംഗ്വേജ്, മെയിൻലി യൂസ്ഡ് ഇൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് ഇൻ ഏർലിയർ ഡേയ്സ്. സോ ഇത് മൈക്രോ കമ്പ്യൂട്ടേഴ്സിൽ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. COBOL is another language, common business oriented language എന്ന് പറയും. ബിസിനസ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് COBOL. സോ നിങ്ങൾ കേട്ടാണ് മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ഒക്കെ, അഥവാ കേട്ടില്ല ചിലപ്പോൾ നിങ്ങളെ IBM മെയിൻ ഫ്രെയിം എന്നൊക്കെ കേട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ IT ജോബ്സിലുള്ള ഒരു പെർട്ടിക്കുലർ ജോബ് പ്രൊഫൈൽ അല്ലെങ്കിൽ അതിൻ്റെ ജോബ് പ്രൊഫൈലിൻ്റെ പേരാണ് ഈ മെയിൻ ഫ്രെയിം അഡ്മിനിസ്ട്രേറ്റേഴ്സും മെയിൻ ഫ്രെയിം പ്രോഗ്രാമേഴ്സ്, IBM മെയിൻ ഫ്രെയിം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സും IBM മെയിൻ ഫ്രെയിം പ്രോഗ്രാമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ COBOL എന്ന് പറയുന്നത്. ഓക്കെ, കമേഴ്ഷ്യൽ യൂസിങ് യൂഷ്വലി ബാങ്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഈ COBOL ലാംഗ്വേജിലാണ് പണ്ട് കാലത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. IBM മെയിൻ ഫ്രെയിം സിസ്റ്റംസ് ഇപ്പോഴും ഉണ്ട്. ബാംഗ്ലൂരിലൊക്കെ പല സ്ഥാപനങ്ങളിലും IBM മെയിൻ ഫ്രെയിം എക്സ്പേർട്ട് ഉള്ള ആൾക്കാരെ ആവശ്യപ്പെടുന്നുണ്ട്. സോ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് പല സ്ഥാപനങ്ങളും. IBM മെയിൻ ഫ്രെയിമിൻ്റെ കോച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പം COBOL ആണ് അവിടുത്തെ ലാംഗ്വേജ് ബേസിക്കലി. ഇനി ഫോർട്രാൻ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഫോർമുല ട്രാൻസ്ലേഷൻ. ഇത് യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് കാൽക്കുലേഷൻസിലാണ്. ഓക്കെ, സോ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ പോലത്തെ ഒരുപാട് മാത്തമാറ്റിക്കൽ ഫോർമുലാസൊക്കെ സോൾവ് ചെയ്യേണ്ട സാഹചര്യത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് ഫോർട്രാൻ എന്ന് പറയുന്നത്. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് പറയുന്നതിന്. പിന്നെ സി എന്ന് പറയുന്നത് C++. ഒക്കെ എന്തിനു വേണ്ടിയിട്ടും ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ്. ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗെയിംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ധാരാളം യൂസ് ചെയ്യുന്നുണ്ട്. C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജനർ ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്. സോ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ലാംഗ്വേജും, ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും. സോ ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അത് നമ്മൾ ഈ മനുഷ്യർക്ക് വേഗം മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയാണ്, പക്ഷേ ഇംഗ്ലീഷിൻ്റെ എല്ലാ വേർഡ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ജനറൽ കുറച്ച് റൂൾസൊക്കെ ഫോളോ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ലാംഗ്വേജ് നമ്മളെ കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. മനസ്സിലാവില്ല. അന്നേരം എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിന് മനസ്സിലായാൽ മാത്രമല്ലേ കമ്പ്യൂട്ടർ നമ്മൾ പറയുന്ന പണികൾ എടുക്കുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു രീതി പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? നമ്മളെ വീട്ടിലെ നമുക്കൊരു സഹായിയായിട്ട് നമ്മൾ ഒരു വേറെ ഏതെങ്കിലും ദേശത്തുള്ളൊരു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളെ നമ്മൾ സഹായിയായിട്ട് കൊണ്ടുവന്നാൽ നമ്മൾ പറയുന്നത് അയാൾക്ക് ചെയ്തുതരാൻ പറ്റുമോ? അയാൾക്ക് ചിലപ്പോൾ നമ്മളെ ലാംഗ്വേജ് അറിയില്ലെങ്കിലോ? അയാളുടെ ലാംഗ്വേജ് വേറെയാണ്, നമ്മളെ ലാംഗ്വേജ് വേറെയാണ്. സോ
അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അല്ലേ. സോ നമ്മൾ അയാളുടെ ലാംഗ്വേജിലോട്ട് നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാളുടെ ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ആരെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റേ ആൾക്ക് സഹായിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ, റൈറ്റ്. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പേഴ്സൺ നമുക്ക് ആവശ്യമാണ്. സോ അങ്ങനെയുള്ള കമ്പോണൻസിനെയാണ് കമ്പൈലർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസംബ്ലർ എന്ന് പറയുന്നത്. കമ്പൈലർ ആൻഡ് അസംബ്ലർ. സോ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്ന ലോ ലെവൽ ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ലാംഗ്വേജ്, അതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയർ എന്ന് തന്നെ പറയാം. ആ സോഫ്റ്റ്വെയറിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇത് രണ്ടും ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ട് നമുക്ക് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാം. ഓക്കെ, ട്രാൻസ്ലേറ്റർ എന്ന് നമുക്കറിയാമല്ലോ, ഒരു ലാംഗ്വേജിന് വേറൊരു ലാംഗ്വേജിലായിട്ട് ഇപ്പോൾ അതായത് നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളിലൊക്കെ ചിലപ്പം ട്രാൻസ്ലേറ്റേഴ്സിന് ആവശ്യം വരുമല്ലോ, റൈറ്റ്. സോ അങ്ങനെ നമുക്കിവിടെ ചിന്തിക്കാം, ഒരു ലാംഗ്വേജിനെ വേറൊരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഇതിനെയാണ് കമ്പൈലർ അല്ലെങ്കിൽ അസംബ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, so the software that reads a program written in high level language and translates it into an equivalent program in machine language is called as compiler. So നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ഒരു പ്രോഗ്രാമർ എഴുതിയ ഒരു പ്രോഗ്രാം അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, മെഷീൻ അത് മനസ്സിലാവുള്ളൂ, മെഷീന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ. സോ അതിനെ കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെയാണ്, അതായത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ പ്രോഗ്രാം അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് കമ്പൈലർ എന്ന് പറഞ്ഞു അല്ലേ. സോ കമ്പൈലർ ഏത് പ്രോഗ്രാമിനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്, ആ കോഡ് പ്രോഗ്രാമർ എഴുതിയ ആ കോഡിനാണ് പറയുക സോഴ്സ് കോഡ് അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുക. സോ സോഴ്സ് കോഡിനെയാണ് പ്രോഗ്രാമർ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുക. സോഴ്സ് കോഡ് ഇസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് HLL. ആ സോഴ്സ് കോഡിനെ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജ് MLL അതിനെ കൺവേർട്ട് ചെയ്യുന്ന ആളെയാണ് എന്ത് പറയുന്നത്, കമ്പൈലർ എന്ന് പറയുന്നത്. ഓക്കെ, സോഴ്സ് കോഡ് അല്ലെങ്കിൽ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയും. സോ കൺവേർട്ട് ചെയ്തിട്ട് മെഷീൻ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റിയാൽ ഈ മെഷീൻ ലെവൽ ലാംഗ്വേജിൽ മാറ്റിയിട്ട് കിട്ടുന്ന ആ ഫോമിനെയാണ് ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയുക. ഇറ്റ്സ് കോൾഡ് ഒബ്ജക്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഫൈൻ. ഇവിടെ പടം കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അസംബ്ലറിൻ്റെ കേസിലും. ഓക്കെ, സോ അസംബ്ലറിലോട്ട് നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ ആ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിനാണ് സോഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അസംബ്ലറിലോട്ട് ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. അസംബ്ലർ എന്ത് ചെയ്യും, അതിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റിത്തരും. ഓക്കെ, സോ ഇതാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു.